നമസ്കാരം. നിലമ്പൂരിന്റെ മനസ്സ് ആർക്കൊപ്പം? വിധിയെഴുത്ത് കഴിഞ്ഞു, ഇനി ഫലത്തിനായുള്ള കാത്തിരിപ്പാണ്. നിയമസഭയിലെ ആ കസേരയ്ക്ക് ആരാകും അവകാശി? ഓപ്പറേഷൻ സിന്ധു ഇസ്രായേലിലേക്കും പോവുകയാണ്. ഇസ്രായേൽ വിടാൻ താൽപ്പര്യമുള്ള ഇന്ത്യക്കാരെ കര വ്യോമമാർഗം ഒഴിപ്പിക്കാനാണ് തീരുമാനം. ഒപ്പം ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര ഇനിയും വൈകുമെന്ന അറിയിപ്പുമുണ്ട്. സമഗ്ര വാർത്തകളുമായി ടോപ് 10 തുടങ്ങുകയാണ്. ആദ്യം നോക്കാം 10 പ്രധാന വാർത്തകൾ. കനത്ത മഴയിലും ആവേശം ചോരാതെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. പോളിംഗ് 73%. മണ്ഡലം ആർക്കൊപ്പമെന്നറിയാൻ ഇനി 3 നാൾ. വിജയപ്രതീക്ഷയോടെ മുന്നണികൾ. നിലമ്പൂർ പ്രചാരണത്തിന് ക്ഷണിച്ചില്ലെന്നും വോട്ടെടുപ്പ് ദിനത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനില്ലെന്നും ശശി തരൂർ. താരപ്രചാരകരുടെ പട്ടികയിൽ തരൂർ ഉണ്ടായിരുന്നുവെന്നും ആരെയും പാർട്ടി ക്ഷണിച്ചിട്ടില്ല എന്നും കൂറുള്ളവർ വന്നുവെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വോട്ടെടുപ്പ് ദിനത്തിലും CPM-നെതിരെ RSS ബന്ധം ആയുധമാക്കി കോൺഗ്രസ്. രാജ്ഭവനിലെ ഭാരതാംബ ചിത്രത്തിൽ വീണ്ടും വിവാദം. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രി V ശിവൻകുട്ടി ഇറങ്ങിപ്പോയി. മന്ത്രി ഗവർണറെ അപമാനിച്ചെന്നും പ്രോട്ടോകോൾ ലംഘിച്ചെന്നും രാജ്ഭവൻ. ഭരണഘടന ലംഘിച്ചെടുത്ത് എന്ത് പ്രോട്ടോകോൾ എന്ന് മന്ത്രി V ശിവൻകുട്ടി. ഏഴാം ദിവസവും കനത്ത പോരാട്ടം തുടർന്ന് ഇസ്രയേലും ഇറാനും. ഇസ്രയേലിലെ സൊറോക്കോ ആശുപത്രിക്ക് നേരെ മിസൈൽ ആക്രമണം. ഒട്ടേറെ പേർക്ക് പരിക്ക്. ഇറാനിലെ നഥാൻസ്, അറാഖ് ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്ന് ഇസ്രയേൽ. ജനീവയിൽ നാളെ നിർണായക കൂടിക്കാഴ്ച. ഇസ്രയേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ നീക്കം. എല്ലാവരും എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് തകരാർ. ഡേറ്റ വീണ്ടെടുക്കാൻ ശ്രമം തുടരുന്നു. പറന്നുയരുന്നതുവരെ വിമാനത്തിന് തകരാർ ഉണ്ടായിരുന്നില്ലെന്ന് എയർ ഇന്ത്യ CEO. സുരക്ഷാ പരിശോധനകൾക്കായി താൽക്കാലികമായി 15% സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ എയർ ഇന്ത്യ. കേരള തീരത്തുണ്ടായ 2 കപ്പൽ അപകടങ്ങൾ അന്വേഷിക്കാൻ കോസ്റ്റൽ IG-യുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം. കപ്പൽ അപകടത്തിൽ കമ്പനിയുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്തുന്നതിൽ നിന്ന് സംസ്ഥാന സർക്കാരിനെ വിലക്കി ഹൈക്കോടതി. തീരുമാനങ്ങൾ കോടതിയുടെ അറിവോടെ വേണമെന്ന് നിർദ്ദേശം. വിഴിഞ്ഞം ഹാർബറിലെത്തുന്ന മത്സ്യയാനങ്ങൾക്ക് വെല്ലുവിളിയായി പൊഴിമുഖം. പൊഴിമുഖത്തെ വൻ തിരമാലകൾ അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഡ്രഡ്ജിംഗ് നടത്തി മണൽ നീക്കം ചെയ്യണമെന്ന് മത്സ്യത്തൊഴിലാളികൾ. അമൃത ന്യൂസ് പരമ്പര കണ്ണീർ കടലോരം. ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ ലീഡ്സിൽ തുടക്കം. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിച്ച ശേഷമുള്ള ആദ്യ പരമ്പര. കോഹ്ലിയുടെ 4-ാം നമ്പറിൽ ബാറ്റിംഗിനെത്തുക നായകൻ ശുഭ്മാൻ ഗിൽ. കുർബാന തർക്കത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമവായം. ഞായറാഴ്ചകളിൽ ഒരു ഏകീകൃത കുർബാന. ജൂലൈ 3 മുതൽ നടപ്പാക്കും. തീരുമാനം വൈദിക സമ്മേളനത്തിൽ. സ്റ്റോറി ഓഫ് ദ ഡേ. വായനാ ദിനത്തിൽ ക്വിസ് മാസ്റ്ററായി മന്ത്രി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 73% കടന്ന് പോളിംഗ്. പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്താണ് വോട്ടർമാർ ആദിവാസി മേഖലകളിൽ നിന്ന് അടക്കം ബൂത്തുകളിലേക്ക് എത്തിയത്. ഇതോടെ പ്രതീക്ഷിച്ച വോട്ടുകൾ നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ. ആരുടെ വിശ്വാസം യാഥാർത്ഥ്യമാകുമെന്ന് 23-ന് അറിയാം. രാവിലെ മുതൽ മഴ പ്രതിസന്ധിയായി തുടർന്നെങ്കിലും മുന്നണികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് നിലമ്പൂരിലെ പോളിംഗ് ശതമാനം. വിശ്രമമില്ലാത്ത പ്രചാരണത്തിന് ഫലം കണ്ടു എന്ന് നിസ്സംശയം പറയാം. കണക്കുകൂട്ടലനുസരിച്ചുള്ള വോട്ടുകൾ ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസവും മുന്നണികൾക്കുണ്ട്. വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി തന്നെയാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഉപതെരഞ്ഞെടുപ്പിനെ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് 263 ബൂത്തുകളിലും ജനങ്ങൾ ഒഴുകിയെത്തിയത്. 59 പുതിയ ബൂത്തുകൾ ഉണ്ടായിരുന്നതുകൊണ്ട്
അതുകൊണ്ട് തന്നെ വലിയ നീണ്ട നിര എവിടെയും ഉണ്ടായില്ലെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമായ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഇപ്രാവശ്യം 59 പോളിംഗ് സ്റ്റേഷൻ കൂടുതലായിരുന്നു. പോളിംഗ് സ്റ്റേഷനുകളിൽ പരമാവധി 1100 താഴെയാണ് വോട്ടർമാരുള്ളത്. അതുകൊണ്ട് തന്നെ ക്യൂ ഇല്ലാതെ നല്ല രീതിയിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ സാധിച്ചു. നല്ല പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു. ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ലാതെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. വോട്ടെടുപ്പിനിടെ ചുങ്കത്തറ കുറുമ്പലങ്ങോട് സ്കൂൾ ബൂത്തിലെ UDF LDF സംഘർഷം ഒഴിച്ചു നിർത്തിയാൽ പൊതുവെ സമാധാനപരമായിരുന്നു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്. LDF പ്രവർത്തകർ വോട്ട് ചെയ്യാൻ എത്തിയവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ചായിരുന്നു സംഘർഷം. തിരുനാവായ സ്വദേശികളായ 3 LDF പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേരളമാകെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന നിലമ്പൂർ വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ പ്രതീക്ഷയ്ക്കൊത്ത് പോളിംഗ് ശതമാനമുണ്ട്. ഇനി അറിയാനുള്ളത് നിലമ്പൂരിലെ ജനമനസ്സ് ആർക്കൊപ്പമാണെന്നുള്ളതാണ്. അതിനായി ഇനിയും 2 നാൾ കാത്തിരിക്കണം. അമൃത ന്യൂസ്, നിലമ്പൂർ. ഭേദപ്പെട്ട പോളിംഗിന്റെ ആത്മവിശ്വാസത്തിലാണ് നിലമ്പൂരിൽ മുന്നണികൾ. ഇടതു വലത് സ്ഥാനാർത്ഥികളും നേതാക്കളും വിജയത്തിന്റെ കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മലയോര മേഖലയിലടക്കം വലിയ നേട്ടമുണ്ടാക്കാമെന്ന് NDAയും പ്രതീക്ഷിക്കുന്നു. പോളിംഗ് അവസാനിച്ചപ്പോഴും 75,000-ലേറെ വോട്ടുകൾ നേടി വിജയിക്കുമെന്ന അവകാശവാദത്തിലാണ് PV അൻവർ. 3 ആഴ്ചയിലേറെ നീണ്ട നിലമ്പൂരിലെ കളം നിറഞ്ഞ പോരാട്ടത്തിനൊടുവിൽ വലിയ പ്രതീക്ഷകളിലാണ് മുന്നണികൾ. വികസനത്തിനപ്പുറം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം, ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണ എന്നിവയിലൂന്നിയ പോരാട്ടമാണ് ഇടതു വലതു മുന്നണികൾ തമ്മിൽ നടന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും നേതാക്കളും ഇടതുപക്ഷത്തിനു വേണ്ടി നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തു പ്രവർത്തിച്ചു. ഇടതുപക്ഷം മുന്നോട്ട് വെച്ച രാഷ്ട്രീയം ജനങ്ങൾ ഏറ്റെടുത്തുവെന്ന ആത്മവിശ്വാസത്തിലാണ് M സ്വരാജ്. ഓരോ തെരഞ്ഞെടുപ്പും പുതിയൊരു തെരഞ്ഞെടുപ്പാണ്. അതത് സമയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ വിധി എഴുതുക. ഞാൻ പൊതുവെ തെരഞ്ഞെടുപ്പിനെ അങ്ങനെയാണ് കാണാറ്. ശതമാന കണക്ക് വെച്ച് കൂട്ടുന്ന ഒരാളല്ല ഞാൻ ആഗ്രഹിക്കുന്നത് 100% പേരും വോട്ട് ചെയ്യണം എന്നാണ്. അത് നമ്മൾ അനുകൂലമായാലും പ്രതികൂലമായാലും അപ്പോഴാണ് ജനാധിപത്യം കൂടുതൽ അർത്ഥപൂർണ്ണമാവുക. ജമാഅത്തെ ഇസ്ലാമി ബന്ധം ആരോപിച്ച് ഇടതുപക്ഷം ഉയർത്തിയ പ്രതിരോധത്തെ അതിജീവിക്കാനായി എന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പിൽ വിള്ളലുണ്ടാക്കാനുള്ള എതിരാളികളുടെ ശ്രമത്തെ പരാജയപ്പെടുത്തി ചരിത്ര വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും നേതൃത്വവും പുലർത്തുന്നത്. ഒരു വല്ലാത്ത ആവേശമാണ് ഈ തെരഞ്ഞെടുപ്പിന് നൽകിയിട്ടുള്ളത്. പൂർണ്ണമായും ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു ജനവിധിയായിരിക്കുമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താവുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടാവണമെന്ന തീരുമാനത്തോടു കൂടി നടത്തിയ ഒരു നല്ല പ്രവർത്തനം കൂടിയാണ്. മോഹൻ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം മലയോര മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് NDAയുടെ വിലയിരുത്തൽ. PDP, ജമാഅത്തെ ഇസ്ലാമി സംഘടനകളുമായി ഇടതു വലതു മുന്നണികളുടെ ബന്ധം ചർച്ചയായത് ഗുണം ചെയ്യുമെന്നും NDA കരുതുന്നു. അതേസമയം PV അൻവറും വലിയ പ്രതീക്ഷയിലാണ്. അവകാശവാദങ്ങൾ ഏറെയാണെങ്കിലും അടിയൊഴുക്കുകൾ ഉണ്ടായതായി മുന്നണികൾ സംശയിക്കുന്നു. താഴെത്തട്ടിൽ നിന്നുള്ള കണക്കുകൾ വെച്ചുള്ള വിശകലനവും അവകാശവാദവും തിങ്കളാഴ്ച യഥാർത്ഥ ഫലം വരുന്നതുവരെ തുടരും. അമൃത ന്യൂസ്, മലപ്പുറം. കോൺഗ്രസ് നേതാവായിരുന്ന VV പ്രകാശിന്റെ കുടുംബം എടക്കര സ്കൂളിലെത്തിയാണ് വോട്ട് ചെയ്തത്. ഇതൊരു വൈകാരികമായ ദിവസമാണെന്നും അച്ഛനെയാണ് ഈ ദിവസത്തിൽ ഏറ്റവും അധികം ഓർമ്മിക്കുന്നതെന്നും VV പ്രകാശിന്റെ മകൾ നന്ദന പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്ത് വീട്ടിലെത്താത്തതിൽ പരാതിയില്ലെന്നും തങ്ങളുടെ പാർട്ടി UDF ആണെന്നും കുടുംബം പ്രതികരിച്ചിരുന്നു. നേരത്തെ കുടുംബം വോട്ട് ചെയ്യാൻ എത്തിയില്ല എന്നുള്ള പരാമർശം CPM നടത്തിയിരുന്നു. സമയമുണ്ടല്ലോ, നമുക്ക് എത്തിച്ചേരാനുള്ള തടസ്സം കൊണ്ടാണ് ലേറ്റ് ആയത്. അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ വോട്ട് ചെയ്യായിരുന്നു. വിവാദങ്ങൾ ഉണ്ടാക്കിയവരോട് തന്നെ ചോദിക്കേണ്ടി വരും അവരെന്തിനാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത്. തീർച്ചയായും വൈകാരികമായിട്ടുള്ളൊരു ദിനം തന്നെയാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എൻ്റെ അച്ഛൻ മത്സരിച്ച് അതിന് റിസൾട്ട് വരുന്നതിന് 3 ദിവസമാണ് മരണപ്പെടുന്നത്. തികച്ച ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ. വിജയസാധ്യത UDF ജയിക്കണം എന്ന് തന്നെയാണല്ലോ. കാരണം ഞങ്ങളുടെ പാർട്ടി UDF ആണല്ലോ. ബ്ലാക്ക് ഡ്രസ് എന്ന് പറയുന്നത് തികച്ചും ധൈര്യത്തിന്റെ ഒരു അർത്ഥമല്ലേ. ഞങ്ങളിലുള്ള വിശ്വാസമല്ലേ അത്. UDF പാർട്ടിയിൽ ഞങ്ങൾ നിൽക്കുന്നിടത്തോളം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായുള്ള വിലയിരുത്തൽ KK പ്രശാന്ത് നൽകും. പ്രശാന്ത്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന രാഷ്ട്രീയത്തെ ഏതു തരത്തിലാണ് സ്വാധീനിക്കുക? പ്രത്യേകിച്ചും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനൽ എന്നൊക്കെയാണ് വിലയിരുത്തിയത്. ഒപ്പം മുന്നണികളുടെ മാത്രമല്ല നേതാക്കളുടെ കൂടി വിലയിരുത്തലായി തെരഞ്ഞെടുപ്പ് മാറാനുള്ള ഒരു സാധ്യതയല്ലേ കാണുന്നത്?
അഖില, നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ മാത്രമല്ല അതിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുക, പ്രത്യേകിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുക എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ വികസന പദ്ധതികളാണ് പ്രധാനമായും നിലമ്പൂരിൽ ചർച്ചയാക്കിയെന്ന് LDF പറഞ്ഞൊരു സാഹചര്യമുണ്ട്. ഒപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടായാൽ ഇതുവരെ സർക്കാരും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും സ്വീകരിച്ച നയ സമീപനങ്ങളിൽ ഇനി തിരുത്തലുകൾ വരുത്തേണ്ടി വരും. മാത്രമല്ല M സ്വരാജിനെ പോലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് സ്വാഭാവികമായും വ്യക്തിപ്രഭാവം എന്ന നിലയിൽ M സ്വരാജിന് തിരിച്ചടിയാണ്. മറ്റൊന്ന് മുന്നണിക്കും അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. കാരണം രാഷ്ട്രീയ പോരാട്ടമായി മുന്നോട്ട് വെച്ചാണ് സ്വന്തം ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയത്. മറിച്ച് വിജയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെങ്കിൽ സ്വാഭാവികമായും CPM-ന് ഇനി അല്ലെങ്കിൽ സർക്കാരിന് ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് പകരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരും. UDF-നെ സംബന്ധിച്ചും സമാനമായ സാഹചര്യം തന്നെയാണ്. കാരണം അൻവറിനെ ഒഴിവാക്കി കരുത്തുറ്റ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം നിലപാടുകൾ അക്കാര്യത്തിൽ നിർണായകമായിരുന്നു. പ്രതിപക്ഷം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ വിമർശനങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഏതൊക്കെ ജനങ്ങൾ സ്വീകരിച്ചു, അതിനി മുന്നോട്ട് പോകുന്നതിന് അത്തരം ആരോപണങ്ങൾക്ക് ശക്തി പകരേണ്ടത് ഷൗക്കത്ത് ജയിക്കേണ്ട അനിവാര്യത തന്നെയാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോക്കുണ്ടായാൽ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിനെ അടക്കം വിമർശിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരും. സ്വാഭാവികമായും കൂടിയാലോചനകളില്ല എന്ന് ശശി തരൂർ അടക്കം വ്യക്തമാക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ, അതായത് ഇരു മുന്നണികൾക്കുമെതിരെ അതിശക്തമായ മത്സരമാണ് NDA കാഴ്ചവെച്ചിട്ടുള്ളത്. മാത്രമല്ല വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി കൃത്യമായ രീതിയിൽ തന്നെ ആ മേഖലകൾ കേന്ദ്രീകരിച്ച ഒരു പോരാട്ടം തന്നെയാണ് NDAയുടെ ഭാഗത്തുനിന്നടക്കം ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് പുതിയ അധ്യക്ഷൻ വന്ന പശ്ചാത്തലത്തിൽ എത്രത്തോളം വോട്ടുകൾ സ്വരൂപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അവരെ സംബന്ധിച്ച് നിർണായകമാണ്. നിലമ്പൂരിൽ ഏറ്റവും നിർണായകമാകുന്നത് PV അൻവർ തന്നെ എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് അൻവർ ഇതുവരെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, പിണറായിക്കെതിരായ പോരാട്ടം, ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾ എത്രത്തോളം ഏറ്റെടുത്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു വിഭാഗം ജനങ്ങളെങ്കിലും ഇതൊരു അനാവശ്യ രാജിയാണെന്ന തരത്തിൽ ചിലരെങ്കിലും ചർച്ച ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലമൊക്കെ നിലനിൽക്കുന്നു. ഏതായാലും ഈ വോട്ടിംഗ് ശതമാനത്തിലേക്ക് എത്തുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കണക്കിൽ നമുക്ക് ഈ മണ്ഡലം ഞങ്ങളുടെ പിടിയിലേക്ക് എത്തി എന്ന് ആർക്കും അവകാശപ്പെടാവുന്ന ഒരു സാഹചര്യത്തിൽ അല്ല ഉള്ളത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ, മണിക്കൂറുകളെല്ലാം തന്നെ ഓരോ മുന്നണിയും വളരെ കൃത്യമായി തങ്ങളുടെ വോട്ടുകൾ ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു കണക്കുകൂട്ടലിലേക്ക് തന്നെയായിരിക്കും എത്തുക. പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ കൂട്ടലും കിഴിക്കലുമൊക്കെ നടക്കുകയാണ്. ആരുടെ പ്രതീക്ഷകളാണ് വിജയിക്കുക, യാഥാർത്ഥ്യമാവുക? ഒപ്പം PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വരാൻ 23 വരെ കാത്തിരിക്കാം. കോൺഗ്രസിനുള്ളിലെ തർക്കം തുറന്നു പറഞ്ഞു ശശി തരൂർ. നിലമ്പൂരിലേക്ക് തന്നെ പ്രചാരണത്തിന് ക്ഷണിച്ചില്ല എന്നും വോട്ടെടുപ്പ് ദിനത്തിൽ കൂടുതൽ പറഞ്ഞ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നില്ല എന്നും തരൂർ. എന്നാൽ നിലമ്പൂരിൽ കോൺഗ്രസിന്റെ താരപ്രചാരകരിൽ ശശി തരൂരും ഉൾപ്പെടുന്ന പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടു. ഇതോടൊപ്പം തരൂരിന്റെ വാദം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. പ്രചാരണത്തിന് നേതാക്കളെ പ്രത്യേകമായി ക്ഷണിക്കാറില്ലെന്നും കോൺഗ്രസിനോട് കൂറുള്ളവർ നിലമ്പൂരിൽ വന്നിട്ടുണ്ട് എന്നുമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. കോൺഗ്രസ് നേതൃത്വവുമായി കഴിഞ്ഞ കുറെ നാളുകളായി അത്ര സ്വരച്ചേർച്ചയിലല്ലാത്ത ശശി തരൂർ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ മടങ്ങിയെത്തിയപ്പോൾ അതൃപ്തി തുറന്നു പറയുകയാണ്. നേതൃത്വവുമായി തനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്നാണ് ശശി തരൂരിന്റെ തുറന്നുപറച്ചിൽ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാത്തതുപോലും തന്നെ ക്ഷണിക്കാത്തതുകൊണ്ടാണെന്നും തരൂർ പറയുന്നു. വോട്ടെടുപ്പ് ദിനമായതിനാൽ കൂടുതൽ പറഞ്ഞ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് തരൂർ. നിലമ്പൂരിൽ ഞാൻ പറയട്ടെ, എന്നെ അഥവാ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പോയിട്ടുണ്ടാവും. ഞാൻ മനസ്സിലാക്കി എൻ്റെ വലിയ ആവശ്യമില്ല അവിടെ. എനിക്കും തോന്നുന്നു നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഈ വിജയം ഉണ്ടാവണം. എന്നാൽ നിലമ്പൂരിൽ തന്നെ ഒഴിവാക്കിയെന്ന തരൂരിന്റെ വാദം തെറ്റാണെന്ന് കോൺഗ്രസ് നേതൃത്വം വാദിക്കുന്നു. പാർട്ടി പുറത്തിറക്കിയ പട്ടിക പ്രകാരം തരൂർ താരപ്രചാരകരാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി നൽകിയ താരപ്രചാരകരുടെ പട്ടികയിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. 40 പേരുടെ പട്ടികയിൽ 8ാമനാണ് ശശി തരൂർ. ഇതോടെ കോൺഗ്രസ് തന്നെ ക്ഷണിച്ചിരുന്നില്ല എന്ന തരൂരിന്റെ വാദം പൊളിയുന്നു. അതേസമയം ഒരു നേതാവിനെയും പ്രചാരണത്തിന് പ്രത്യേകം ക്ഷണിക്കാറില്ലെന്നും കോൺഗ്രസിനോട് കൂറുള്ള നേതാക്കൾ നിലമ്പൂരിൽ വന്നിട്ടുണ്ടെന്നുമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. RSS ബന്ധത്തെ ചൊല്ലിയുള്ള വിവാദം പോളിംഗ് ദിനത്തിൽ CPM-നെ പ്രതിരോധത്തിലാക്കിയതുപോലെ തരൂരിന്റെ തുറന്നു പറച്ചിൽ കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. RSS ബന്ധത്തിന്റെ പേരിലെ കോൺഗ്രസ് CPM പോര് അവസാനിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി KC വേണുഗോപാൽ രംഗത്തെത്തി. പിണറായി വിജയൻ ആദ്യമായി നിയമസഭയിലെത്തിയത് RSS പിന്തുണയോടെയെന്നാണ് ആരോപണം. P. സുന്ദരയ്യയുടെ രാജിക്കത്തും 77-ലെ തെരഞ്ഞെടുപ്പും ഓർമ്മിപ്പിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ടു. രാജ്യസഭാ സീറ്റ് BJPക്ക് ദാനം നൽകിയ KC വേണുഗോപാലിന്റെ ട്യൂഷൻ വേണ്ടെന്ന മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മറുപടി. ഇതിനിടെ MV ഗോവിന്ദന്റെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്ന ആരോപണവുമായി LDF കൺവീനർ TP രാമകൃഷ്ണൻ രംഗത്ത് വന്നു.
മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തി നിലപാട് വ്യക്തമാക്കിയിട്ടും വോട്ടെടുപ്പിന്റെ തലേന്ന് പാർട്ടി സെക്രട്ടറി നടത്തിയ RSS പ്രസ്താവനയിൽ CPM-ന് തലയൂരാൻ കഴിയുന്നില്ല. വോട്ടെടുപ്പ് ദിനത്തിലും കോൺഗ്രസ് CPM-നെതിരായ ആയുധത്തിന് മൂർച്ച കൂട്ടുകയാണ്. RSS-മായി CPM-ന് ഒരു കാലത്തും ബന്ധമുണ്ടായിരുന്നില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്ത് വന്നു. CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന P. സുന്ദരയ്യ പാർട്ടി വിടാനുള്ള കാരണം ചൂണ്ടിക്കാട്ടി നൽകിയ രാജിക്കത്തും 77-ലെ തെരഞ്ഞെടുപ്പും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ KC ആദ്യമെത്തി. വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സംഘപരിവാറുമായി കൈകോർക്കാനും വോട്ടുകൾ പ്രീണിപ്പിക്കാനുമുള്ള ആദ്യഘട്ട ദൗത്യമാണ് MV ഗോവിന്ദൻ നടത്തിയതെന്നും ആരോപിച്ചു. ഞങ്ങൾക്ക് വോട്ടാക്കാൻ ഇത്തരം വർഗീയ കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ചോദ്യം നേരത്തെ ചോദിച്ചതാണ്, ഇത്ര ഒരു മൃദുവായിട്ടുള്ള കാര്യം പണ്ട് നടന്ന ഒരു ബാന്ധവത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറി എന്തിന് പ്രസ്താവന ഇറക്കി? അത് അന്വേഷിക്കേണ്ടത് CPM-ൽ ഏതെങ്കിലും മതേതര വിശ്വാസികളുണ്ടെങ്കിൽ അവരൊന്ന് അന്വേഷിക്കണം, ഉൾന്നിറങ്ങി അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി ഇത് പറഞ്ഞതാണോ പറയിപ്പിച്ചതാണോ? രാജസ്ഥാനിൽ നിന്നുള്ള തന്റെ രാജ്യസഭാ സീറ്റ് രാജിവെച്ച് BJP-ക്ക് ദാനം നൽകിയ KC വേണുഗോപാലിന്റെ ട്യൂഷൻ മതനിരപേക്ഷ കേരളത്തിന് ആവശ്യമില്ലെന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മറുപടി. ഹരിയാനയിൽ BJP-യെ ജയിപ്പിക്കാനുള്ള കൊട്ടേഷൻ KCക്കായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയതാണെന്നും റിയാസ് ആരോപിച്ചു. അതിനിടെ MV ഗോവിന്ദന്റെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതെന്ന ആരോപണവുമായി LDF കൺവീനർ TP രാമകൃഷ്ണൻ രംഗത്ത് വന്നു. CPM ഒരു കാലത്തും RSS-മായി കൂട്ടുചേർന്നിട്ടില്ലെന്നും ഇനിയുണ്ടാകില്ലെന്നും LDF കൺവീനർ പറഞ്ഞു. ഇടതു വലതു മുന്നണികൾക്ക് ഏറെ നിർണായകമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷമുണ്ടായ രാഷ്ട്രീയ വിവാദത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും ചൂടേറിയ ചർച്ചകൾ തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാർ ഗവർണർ പോര് തുറന്ന യുദ്ധത്തിലേക്ക്. രാജ്ഭവനിൽ സർക്കാർ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രത്തെ ചൊല്ലി വീണ്ടും കലഹം. പ്രതിഷേധമറിയിച്ച് രാജ്ഭവനിലെ വേദിയിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഇറങ്ങിപ്പോയി. ഗവർണർക്ക് ധിക്കാരവും അഹങ്കാരവുമാണെന്ന് ആഞ്ഞടിച്ചു മന്ത്രി. അതേസമയം മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാജ്ഭവൻ വാർത്താക്കുറിപ്പിറക്കി. മന്ത്രി ഗവർണറെ അപമാനിച്ചുവെന്നും പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്നും രാജ്ഭവൻ ചൂണ്ടിക്കാട്ടി. ഔദ്യോഗിക പരിപാടി നടക്കുമ്പോൾ രാജ്ഭവനിലെ വേദിയിൽ കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം സ്ഥാപിക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്നും അംഗീകരിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസമാണ് നിലപാട് വ്യക്തമാക്കിയത്. തൊട്ടു പിന്നാലെ ഇന്ന് നടന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിൽ രാജ്ഭവൻ വേദിയിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ച് പുഷ്പാർച്ചന നടത്തിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയായിരുന്നു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നത്. ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചതിലെ വിയോജിപ്പ് വേദിയിൽ തന്നെ മന്ത്രി അറിയിച്ചു. പ്രതിഷേധ സൂചകമായി വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. തുടർന്ന് മാധ്യമങ്ങളെ കണ്ട മന്ത്രി ഗവർണറുടെ നടപടി ധിക്കാരവും അഹങ്കാരവുമെന്ന് ആഞ്ഞടിച്ചു. രാജ്ഭവനെ രാഷ്ട്രീയ കേന്ദ്രമാക്കാൻ അനുവദിക്കില്ലെന്നും ഗവർണറുടെ നടപടി ഭരണഘടനാ ലംഘനമെന്നും ആരോപിച്ചു. സകല പ്രോട്ടോകോളും സാമാന്യ മര്യാദയും ഗവർണർ എന്നുള്ള നിലയിലുള്ള സ്ഥാനവും എല്ലാം ലംഘിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഗവർണറാണ്. പിന്നാലെ മന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി രാജ്ഭവൻ വാർത്താക്കുറിപ്പിറക്കി. ഗവർണറുടെ അനുവാദം ചോദിക്കാതെ ദേശീയഗാനം ആലപിക്കുന്നതിന് മുമ്പ് തന്നെ വേദി വിട്ടിറങ്ങിയ മന്ത്രിയുടെ നടപടി കടുത്ത പ്രോട്ടോകോൾ ലംഘനമെന്നും ഗവർണറെ അപമാനിച്ചുവെന്നും രാജ്ഭവൻ വിമർശിച്ചു. ഭാരതാംബയുടെ ഛായാചിത്രം തനിക്ക് പരിചയമില്ലെന്ന് വേദിയിൽ വിദ്യാർത്ഥികളെ നോക്കി പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയുടെ നടപടി ഖേദകരമെന്നും രാജ്ഭവൻ ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തെറ്റായ മാതൃക കാട്ടിയ മന്ത്രി അവരെ അപമാനിച്ചുവെന്നും രാജ്ഭവൻ വിമർശിച്ചു. എന്നാൽ തനിക്കെതിരെ രാജ്ഭവൻ പുറത്തിറക്കിയ പ്രസ്താവനയെ ശക്തമായി തള്ളിക്കളയുകയാണെന്ന് മന്ത്രി പറഞ്ഞു. തെറ്റായ ഒരു കാര്യം കാണിച്ചാൽ എന്ത് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റായ കാര്യം അംഗീകരിച്ചുകൊണ്ട് ഒരു യോഗത്തിൽ ഇരിക്കാനൊന്നും പറ്റുന്നില്ല. പുറത്തു പോകുന്നു. വേണമെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഉണ്ടായിരുന്നു. കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ കുട്ടികളെ വിളിച്ചോണ്ട് പോവാം. അതേസമയം ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കില്ല എന്ന നിലപാട് അസന്ധിഗ്ധമായി ആവർത്തിക്കുകയാണ് ഗവർണറും രാജ്ഭവനും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കറെയും ഭാരതാംബയും അധിക്ഷേപിക്കുന്ന മന്ത്രി V. ശിവൻകുട്ടിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ABVP മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. പന്തം കൊളുത്തി പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ മന്ത്രിയുടെ കോലവും കത്തിച്ചു. ഇസ്രയേലിൽ ഇറാന്റെ കനത്ത മിസൈൽ ആക്രമണം. സൊറോക്ക ആശുപത്രി ഉൾപ്പെടെ മധ്യതെക്കൻ ഇസ്രായേലിലെ 4 സ്ഥലങ്ങളിൽ ഇറാനിയൻ മിസൈലുകൾ പതിച്ചു. ആശുപത്രി ആക്രമണത്തിൽ പ്രകോപിതരായ ഇസ്രയേൽ അയത്തുള്ള അലി ഖമേനിയെ ജീവനോടെ തുടരാൻ അനുവദിക്കില്ല എന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. ടെൽ അവീവ്
റമദ് ഖാൻ, ഹോളോൺ, ബേർഷേബ തുടങ്ങിയ ഇസ്രയേലി നഗരങ്ങളിലാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ബേർഷയിലെ സൊറോക്കോ ആശുപത്രിയിൽ കനത്ത നാശനഷ്ടമുണ്ടായി. കെട്ടിടങ്ങൾ തകർന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു. അതേസമയം ഇസ്രയേൽ സൈന്യം ഇറാന്റെ അരാഖ് ഹെവി വാട്ടർ ന്യൂക്ലിയർ റിയാക്ടറിനെ ആക്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ആക്രമണത്തിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നുവെന്ന് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലും റിപ്പോർട്ട് ചെയ്തു. ആശുപത്രി ആക്രമിച്ച പശ്ചാത്തലത്തിൽ പ്രകോപനവുമായി ഇസ്രയേലും രംഗത്തെത്തി. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ജീവനോടെ തുടരാൻ അനുവദിക്കില്ലെന്നാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ്. ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതിനിടെ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വെള്ളിയാഴ്ച ജനീവയിൽ ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ജർമ്മൻ വിദേശകാര്യമന്ത്രിമാരുമായും യൂറോപ്യൻ യൂണിയന്റെ ഉന്നത നയതന്ത്രജ്ഞരുമായും കൂടിക്കാഴ്ച നടത്തും. ഇസ്രായേലിലെ US എംബസി തങ്ങളുടെ ജീവനക്കാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിച്ചു. അമേരിക്കയുടെ സൈനിക ഇടപെടൽ സംബന്ധിച്ച് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. സാഹചര്യം മോശമായതോടെ പല രാജ്യങ്ങളും ഇസ്രായേലിൽ നിന്ന് പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നീക്കത്തിലാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ അമേരിക്ക ഇടപെടുന്നത് മറ്റൊരു ഭയാനകമായ സാഹചര്യത്തിലേക്ക് നയിക്കുമെന്നാണ് റഷ്യയുടെ നിലപാട്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം ഡൽഹിയിലെത്തി. 110 പേരെയാണ് തിരിച്ചെത്തിച്ചത്. 90 പേരും ജമ്മു കശ്മീർ സ്വദേശികളാണ്. 20 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. തിരിച്ചെത്തിയവരെ സ്വീകരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ഇന്ത്യൻ പതാകയേന്തി സർക്കാരിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഉർമിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് വന്നത്. ടെഹ്റാനിൽ നിന്ന് 12 മലയാളി വിദ്യാർത്ഥികൾ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവർ വരും ദിവസങ്ങളിൽ മടങ്ങിയേക്കും എന്നാണ് സൂചന. ടെഹ്റാനിലെ സ്ഥിതി അതീവ ഗുരുതരം എന്നാണ് മടങ്ങിവന്ന വിദ്യാർത്ഥികൾ പറഞ്ഞത്. इंडियन एम्बेसी ने हमारे लिए सब कुछ ऑलरेडी प्रिपेयर्ड रखा था, हमें उतनी प्रॉब्लम नहीं हुई. बस हम थक गए हैं, 3 दिन से सफर कर रहे हैं. सर मैंने बहुत कुछ देखा है वहाँ पे. मिसाइल अटैक्स हमने देखे, वो लाइटनिंग रात को होती थी, वो साउंड हम रात को सुन रहे थे, बस वही और कुछ नहीं. हाँ, ड्रोन देखे, मिसाइल देखे, डर तो था ही, क्योंकि मिसाइल जब देखते थे आवाजें होती थी, ये ड्रोन्स देखे तो डर लगता था. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യക്കാരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ടെഹ്റാനിൽ നിന്ന് ക്വാമിലേക്ക് 600 ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചു. ചിലർ സ്വമേധയാ ടെഹ്റാനിൽ നിന്ന് വിവിധ അതിർത്തികളിലേക്ക് പോയിട്ടുണ്ട്. ഇവരെ വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. ഇന്റർനാഷണൽ ഡെസ്ക് അമൃത TV. അഹമ്മദാബാദ് വിമാന അപകടത്തിൽപ്പെട്ട ബോയിംഗ് ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് കേടുപാട് സംഭവിച്ചതായി റിപ്പോർട്ട്. ഡേറ്റ വീണ്ടെടുക്കാൻ ശ്രമം തുടരുകയാണ്. സാങ്കേതികത്വം, സുരക്ഷ എന്നിവ പരിഗണിച്ച് ബ്ലാക്ക് ബോക്സുകൾ ഡീകോഡ് ചെയ്യുന്നതിനുള്ള സ്ഥലം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ തീരുമാനിക്കുമെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള നാഷണൽ സേഫ്റ്റി ട്രാൻസ്പോർട്ട് ബോർഡിന്റെ ലബോറട്ടറിയിലേക്ക് ബ്ലാക്ക് ബോക്സ് അയക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ വ്യോമയാന മന്ത്രാലയം ഇത് തള്ളിക്കളയുകയാണ്. ഫ്ലൈറ്റ് റെക്കോർഡറുകൾ ഡീകോഡ് ചെയ്യുന്നതിനുള്ള സ്ഥലം സംബന്ധിച്ച് തീരുമാനം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഉചിതമായ വിലയിരുത്തലിന് ശേഷം എടുക്കുമെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. സാങ്കേതികത്വം, സുരക്ഷ എന്നിവ പരിഗണിച്ചായിരിക്കും തീരുമാനം. ബ്ലാക്ക് ബോക്സിലെ ഡേറ്റ വീണ്ടെടുത്താൽ മാത്രമേ അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കഴിയൂ. അതിനിടെ ജീവനക്കാർക്ക് അയച്ച കത്തിൽ എയർ ഇന്ത്യ CEO അപകടവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ഭാഗം വിശദീകരിക്കുകയാണ്. ലണ്ടനിലേക്ക് പറക്കും വരെ വിമാനത്തിന് ഒരു തകരാറും ഉണ്ടായിരുന്നില്ലെന്ന് CEO ക്യാമ്പൽ വിൽസൺ വ്യക്തമാക്കുന്നു. കൃത്യമായ പരിശോധനകൾ നടത്തിയിരുന്നു. പ്രധാന പരിശോധന 2023 ജൂണിലാണ് നടത്തിയത്. അടുത്ത പരിശോധന നടത്തേണ്ടിയിരുന്നത് ഈ വരുന്ന ഡിസംബറിലാണ്. വലതുവശത്തെ എഞ്ചിന്റെ അറ്റകുറ്റപ്പണി മാർച്ചിൽ നടത്തി. ഇടതുവശത്തെ എഞ്ചിൻ ഏപ്രിലിൽ പരിശോധിച്ചിരുന്നുവെന്നും കത്തിൽ CEO വ്യക്തമാക്കുന്നു. അഹമ്മദാബാദ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യ വിമാനങ്ങളിൽ അധിക പരിശോധന നടത്താനും കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 15% അന്താരാഷ്ട്ര സർവീസുകൾ കമ്പനി റദ്ദാക്കുകയാണ്. ജൂൺ 20 മുതൽ ജൂലൈ പകുതി വരെയാണ് നിയന്ത്രണം. യാത്രക്കാർക്ക് ടിക്കറ്റ് തുക റീഫണ്ട് ചെയ്യുമെന്നും എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കപ്പൽ കമ്പനിയുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്തുന്നതിൽ നിന്നും സംസ്ഥാന സർക്കാരിനെ വിലക്കി ഹൈക്കോടതി. ചർച്ചകൾ സുതാര്യമായിരിക്കണമെന്നും തീരുമാനങ്ങൾ കോടതിയുടെ അറിവോടുകൂടി വേണമെന്നും ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. കപ്പൽ മൂലം വ്യക്തികൾക്കും പരിസ്ഥിതിക്കും മത്സ്യത്തൊഴിലാളികൾക്കും സംസ്ഥാനത്തിനുമുണ്ടായ നഷ്ടം തിട്ടപ്പെടുത്തിയിട്ടാവണം കമ്പനിയുമായി നഷ്ടപരിഹാരം ചർച്ച നടത്താനെന്നും ചർച്ചകൾ സുതാര്യമായിരിക്കണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കേരള തീരത്തെ പുറംകടലിലുണ്ടായ 2 കപ്പൽ അപകടങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചു. കോസ്റ്റൽ IG A അക്ബറിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം രൂപീകരിച്ചത്. വിവിധ കോസ്റ്റൽ സ്റ്റേഷനുകളിലെ CIമാർ ഉൾപ്പെടുന്ന 10 അംഗ സംഘം കേസ് അന്വേഷിക്കും.
കൊച്ചി പുറംകടലിനടുത്ത് മുങ്ങിയ MSC3 എൽസ കപ്പൽ ഉടമകൾക്കെതിരെ ആദ്യം കേസെടുക്കാൻ തയ്യാറാകാതിരുന്നത് വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. പിന്നീട് ഹൈക്കോടതിയും വിഷയത്തിൽ ഇടപെട്ടു. തുടർന്നാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം വാൻഹായ് 503 കപ്പൽ അപകടത്തിലും ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസെടുത്തു. ഈ 2 കേസുകളും ഇനി പ്രത്യേക സംഘമാണ് അന്വേഷിക്കുക. കോസ്റ്റൽ IG A അക്ബറിന്റെ നേതൃത്വത്തിലാണ് 10 അംഗ പ്രത്യേക സംഘം രൂപീകരിച്ചത്. കേരള തീരത്തെ കപ്പലപകടങ്ങൾ മൂലം ചെറുകിട മത്സ്യബന്ധന മേഖലയ്ക്ക് വലിയ നഷ്ടമുണ്ടായെന്ന് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിരീക്ഷിച്ചിരുന്നു. MSC3 എൽസ കപ്പലിൽ നിന്ന് പുറത്തേക്ക് വന്ന ചരക്കുകൾ ദീർഘകാലത്തേക്ക് പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കുമെന്നതിനാൽ കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ സ്ഥാപനം ആലപ്പുഴ, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ തീരങ്ങളിൽ പഠനം തുടങ്ങിയിരുന്നു. കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് അപകടത്തിൽപ്പെട്ട കമ്പനിയുടെ മറ്റൊരു കപ്പൽ കൂടി തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. കപ്പൽ അപകടത്തിൽ നഷ്ടം സംഭവിച്ച കശുവണ്ടി വ്യവസായിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. മത്സ്യത്തൊഴിലാളികൾക്ക് കപ്പലപകടം മൂലം പ്രതിസന്ധികളുണ്ടായെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരങ്ങളൊന്നും തന്നെ ലഭ്യമാക്കിയിട്ടില്ല. കപ്പൽ അപകടങ്ങൾ നേരിടാൻ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ശക്തമാണ്. അമൃത ന്യൂസ്, കൊച്ചി. വിഴിഞ്ഞം ഹാർബറിലേക്ക് എത്തുന്ന മത്സ്യയാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഹാർബറിലേക്ക് എത്തുന്ന ഭാഗത്തെ പൊഴിമുഖം. പൊഴിമുഖത്ത് മണൽ അടിഞ്ഞുകൂടുന്നത് മൂലമുള്ള വൻ തിരമാലകൾ തുടർച്ചയായ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഡ്രഡ്ജിംഗ് നടത്തി പൊഴിമുഖത്തെ മണൽ നീക്കം ചെയ്യണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. ദിനവും ആയിരക്കണക്കിന് മത്സ്യയാനങ്ങൾ എത്തുന്ന സംസ്ഥാനത്തെ പ്രധാന ഹാർബറുകളിലൊന്നാണ് വിഴിഞ്ഞം ഹാർബർ. ഇവിടേക്കെത്തുന്ന വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും വലിയ വെല്ലുവിളിയാണ് അഴിമുഖത്ത് അടിഞ്ഞുകൂടുന്ന മണൽ സൃഷ്ടിക്കുന്നത്. വലിയ തിരമാലയിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളും മത്സ്യബന്ധനത്തിന് ശേഷം തിരികെ എത്തുന്ന ബോട്ടുകളും അപകടത്തിൽപ്പെടുകയാണ്. ഏത് ഹാർബറിനേക്കാളും സുരക്ഷിതമായിട്ട് വന്ന് എത്താൻ പറ്റുന്നതാണ് നമ്മുടെ ഈ വിഴിഞ്ഞം ഹാർബർ. പക്ഷേ ഈ സീപോർട്ട് വന്നതിന് ശേഷം അതിന് പുലിമുട്ട് അങ്ങോട്ട് നീങ്ങിയതിന് ശേഷം ഈ മണൽ മൗത്തിൽ അടിയുന്നുണ്ട്. അപ്പോൾ അടിയുന്ന കാരണം ആഴം കുറഞ്ഞ് അപ്പോൾ അത് ഇവിടെ തീരത്തടിക്കുന്ന പോലെ അവിടെ അടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഉൾക്കടലിൽ പോയി വരുന്നവർ രക്ഷപ്പെട്ട് അവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ തിരിച്ചു കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോകുന്നു. അപ്പം ഭയങ്കരമായ റിസ്ക്കാണ് അവർക്ക് സംഭവിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് ശേഷമാണ് അപകടങ്ങൾ വർദ്ധിച്ചതെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. അഴിമുഖത്ത് വലിയ ഡ്രഡ്ജറുകൾ എത്തിച്ച് ഡ്രഡ്ജിംഗ് നടത്തുകയാണ് ഏക പോംവഴി. നേരത്തെ പറഞ്ഞതുപോലെ ആ പുലിമൂട്ട് കെട്ടിയ ശേഷം അങ്ങോട്ട് പോകേണ്ട ഒരു വശം മണലില്ല, ഒഴുക്ക് കുറയുകയും മണൽ അവിടെ തന്നെ അടിഞ്ഞുകൂടുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സമ്പ്രദായത്തിൽ നിന്ന് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വേണ്ടി ഈ ഡ്രഡ്ജിംഗ് നടത്തി പരിഹരിക്കുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ പേടിയില്ലാതെ തന്നെ നമുക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റും. 77 ലക്ഷം രൂപയുടെ ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ അവർക്ക് നിശ്ചിത ദൂരം വരെ ചെയ്യാനുള്ള കപ്പാസിറ്റി അവരുടെ എഞ്ചിനുള്ളൂ. ഈ ഭാഗത്താണ് തന്നിരിക്കുന്നത്. ആ കിടക്കുന്നതാണ് ആ ഡ്രഡ്ജിങ് മെഷീനുമായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ കിടക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ ഉള്ളിൽ പോയി മൗത്തിൽ പോയി അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഫണ്ട് തന്നെ അനുവദിച്ച് കൊടുക്കണം. പൊഴിമുഖത്തെ മണൽ നീക്കുന്നതിൽ താമസം നേരിട്ടാൽ മുതലപ്പൊഴിയേക്കാൾ വലിയ പ്രതിസന്ധിയാകും ഉണ്ടാകാൻ പോകുന്നതെന്നും മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകുന്നു. മുതലപ്പൊഴിയിലേതുപോലെ വിഴിഞ്ഞം ഹാർബറിലേക്ക് മത്സ്യത്തൊഴിലാളികൾ എത്തുന്ന പൊഴിമുഖത്തെ മണൽ ഡ്രഡ്ജ് ചെയ്ത് നീക്കം ചെയ്യണം എന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. നിരവധി അപകടങ്ങളാണ് ഇതുമൂലം ഇവിടെ ഉണ്ടാകുന്നത്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആലപ്പുഴയിൽ അർത്തുങ്കൽ ഹാർബറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് മുന്നിൽ അന്ധത നടിച്ച് അധികൃതർ. സമരം ആരംഭിച്ച് 80 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഹാർബർ എന്ന തൊഴിലാളികളുടെ ആവശ്യം മാത്രം സ്വപ്നമായി തുടരുകയാണ്. അർത്തുങ്കൽ ഹാർബറിനായുള്ള മത്സ്യത്തൊഴിലാളികളുടെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം 80 ദിനങ്ങൾ പിന്നിടുകയാണ്. 3 പതിറ്റാണ്ടായി ഹാർബർ എന്ന ആശയവുമായി ഇവർ കയറിയിറങ്ങാത്ത ഇടങ്ങളില്ല. എന്നാൽ ആവശ്യത്തിന് ഫണ്ടും കേന്ദ്രാനുമതി ഉണ്ടായിട്ടും ഹാർബറിന്റെ നിർമ്മാണം മാത്രം നടക്കുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. ഹാർബറിന്റെ ഓഫീസ് കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയായെങ്കിലും ഹാർബർ മാത്രം സ്വപ്നമായി അവശേഷിക്കുകയാണ്. ഒരു വണ്ടിക്കല്ലെങ്കിലും ഈ പണി തുടങ്ങാതെ സമരത്തിൽ പിന്മാറിയില്ല. അതുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു വണ്ടിക്കല്ലെങ്കിലും കൊണ്ടുവന്ന് ഈ ഹാർബറിൻ്റെ പണി തുടങ്ങണം. തുടങ്ങിയിട്ടേ ഈ സമരത്തിൽ പിന്മാറുള്ളൂ.
ഹാർബർ ഇല്ലാത്തത് മൂലം മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന ദുരിതം ചെറുതല്ല. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനയാനങ്ങൾക്ക് സുരക്ഷിതത്വമില്ലാത്തതാണ് മത്സ്യത്തൊഴിലാളികളെ വലയ്ക്കുന്ന പ്രധാന പ്രശ്നം. ഹാർബർ പൂർത്തിയാകാത്തതിനാൽ വള്ളങ്ങൾ കടലിൽ നങ്കൂരമിടുകയാണ് പതിവ്. നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരം 80 ദിവസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. അതിനാൽ തന്നെ ഹാർബറിന്റെ നിർമ്മാണം തുടങ്ങിയതിനു ശേഷം മാത്രം സത്യഗ്രഹ സമരം അവസാനിപ്പിക്കുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് അർത്തുങ്കലിലെ മത്സ്യത്തൊഴിലാളികൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റിന് നാളെ തുടക്കം. യുവനിരയാണ് ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ഇന്ത്യൻ ടീം. ഇംഗ്ലണ്ടിലെ ലീഡ്സിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മുതലാണ് മത്സരം. 5 മത്സരങ്ങളടങ്ങിയ ഈ പരമ്പരയോടെ ഇന്ത്യയുടെ പുതിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സർക്കിളിന് തുടക്കമാകും. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ശേഷമുള്ള ആദ്യ ടെസ്റ്റ് പരമ്പരയ്ക്കാണ് ലീഡ്സിൽ തുടക്കമാകുന്നത്. സമീപകാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച യുവനിരയാണ് കളത്തിലിറങ്ങുന്നത്. സായ് സുദർശൻ, യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, രവീന്ദ്ര ജഡേജ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, ഹർഷദീപ് സിംഗ്, ഹർഷിത് റാണ തുടങ്ങിയ യുവനിരയാണ് ടീമിലുള്ളത്. കോഹ്ലിയുടെ 4ാം നമ്പറിലാകും ഗിൽ ഇറങ്ങുക. പേസിനെ പിന്തുണയ്ക്കുന്ന ഇംഗ്ലണ്ടിലെ പിച്ചിൽ ഇന്ത്യൻ ടീമിൽ ഹർഷിത് റാണ ഉൾപ്പെടെ 7 പേസർമാരാണ് ഉള്ളത്. അതേസമയം ഇന്ത്യൻ ടീമിൽ സ്റ്റാർ ബാറ്റ്സ്മാൻ കരുൺ നായരുടെ പരിക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. വിദേശ പിച്ചിൽ പരിചയസമ്പന്നരല്ലാത്ത കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയത് ഇന്ത്യക്ക് വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ. ആദ്യ ടെസ്റ്റിനുള്ള ഇംഗ്ലണ്ട് പ്ലേയിങ് 11-ൽ മാറ്റങ്ങളുമുണ്ട്. ക്രിസ് വോക്സ് ഇംഗ്ലണ്ട് നിരയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ജേക്കബ് ബഥേലിന് പകരക്കാരനായി ഒല്ലി പോപ്പിന് അവസരം ലഭിച്ചു. പരിക്ക് മൂലം കഴിഞ്ഞ 2 ടെസ്റ്റുകളിൽ നിന്ന് വിട്ടുനിന്ന വോക്സ് സാം കുക്കിന് പകരക്കാരനാകും. വിശ്രമത്തിലായ ഗസ് ആറ്റ്കിൻസണിന് പകരക്കാരായി ബ്രൈഡൻ കാർസും ടീമിലെത്തിയിട്ടുണ്ട്. ആദ്യ ടെസ്റ്റിന് മഴ ഭീഷണിയുണ്ട് എന്നാണ് പ്രവചനം. പിച്ച് ബാറ്റിങ്ങിനെ പിന്തുണയ്ക്കുമെങ്കിലും പേസർമാർക്ക് കൂടുതൽ സ്വിംഗ് കിട്ടുവാനുള്ള സാഹചര്യമാണ് ലീഡ്സിലുള്ളത്. 18 വർഷത്തിനു മുമ്പാണ് ഇംഗ്ലണ്ടിൽ ഇന്ത്യ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കിയത്. 2007-ൽ രാഹുൽ ദ്രാവിഡിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ അവസാനമായി ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് പരമ്പര നേടിയത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സമവായം. ഞായറാഴ്ചകളിൽ ഒരു ഏകീകൃത കുർബാന രീതിയിൽ അർപ്പിക്കാൻ ധാരണയായി. മറ്റു കുർബാനകൾ ജനാഭിമുഖ രീതിയിൽ ആയിരിക്കും അർപ്പിക്കുക. കുരിയ പുനഃസംഘടന ഉൾപ്പെടെയുള്ള വൈദികരുടെ ആവശ്യങ്ങളും അംഗീകരിക്കുമെന്നാണ് സൂചന. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന കുർബാന പ്രശ്നത്തിന് പരിഹാരമാവുകയാണ്. വൈദിക സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നത്. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, അതിരൂപത അപ്പസ്തോലിക് വികാരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി എന്നിവരാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. അതിരൂപതയിലെ പള്ളികളിൽ ജൂലൈ 3 മുതൽ ഞായറാഴ്ചകളിൽ ഒരു ഏകീകൃത കുർബാന അർപ്പിക്കും. മറ്റു കുർബാനകൾ ജനാഭിമുഖമായിരിക്കും. ജൂലൈ 3 മുൻപ് ഒരു സർക്കുലർ വഴി എല്ലാവരെയും അറിയിക്കുന്നതാണ്. എന്തായാലും ജൂലൈ 3-ാം തീയതി അതിരൂപതയിൽ ഏകീകൃത രീതിയിലുള്ള ഒരു കുർബാന എല്ലാ ഇടവകളിലും അർപ്പിച്ചുകൊണ്ടും അതോടൊപ്പം അതിരൂപതയിലെ വിശ്വാസികളുടെയും വൈദികരുടെയും ചില ആകുലതകളും ആകാംക്ഷകളും എല്ലാം മാറ്റുന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങളും ധാരണകളുമാണ് വന്നിരിക്കുന്നത്. അതേസമയം സമ്മേളനം നിയമവിരുദ്ധമായാണ് വിളിച്ചു ചേർത്തതെന്ന് ആരോപിച്ച് ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടായ്മയായ വൺ ചർച്ച് വൺ കുർബാന പ്രവർത്തകർ അതിരൂപത ആസ്ഥാനം ഉപരോധിച്ചിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കനത്ത മഴയെ തുടർന്ന് കുട്ടനാട് താലൂക്ക് പരിധിയിലെ ഏകദേശം എല്ലാ സ്കൂളുകളും പൊതുവഴികളും വെള്ളക്കെട്ട് ഉള്ളതിനാലാണ് കളക്ടറുടെ നടപടി. പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കുമാണ് അവധി. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. കാസർഗോഡ് വീരമലക്കുന്നിൽ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ സർവേ നടത്തി. വീരമലക്കുന്നിൽ ചിലയിടങ്ങളിൽ ലംബമായും തിരശ്ചീനമായും വിള്ളലുകൾ ഉള്ളതായി ഡ്രോൺ സർവേയിൽ കണ്ടെത്തി. വിള്ളലുകൾക്ക് 10 മീറ്ററിലേറെ നീളമുണ്ട്. തഹസിൽദാർ ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റിക്ക് കളക്ടർ കൈമാറും. സംരക്ഷണത്തിന് പ്രത്യേക നടപടി സ്വീകരിക്കാൻ ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെടുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അമേരിക്കൻ ക്ലിനിക്കൽ ഓങ്കോളജി സൊസൈറ്റി പുരസ്കാരങ്ങൾ കൊച്ചി അമൃത ആശുപത്രിയിലെ സ്കൂൾ ഓഫ് ഫാർമസിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ മീനു വിജയന്. അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജിയുടെ മെറിറ്റ് അവാർഡും പെയിൻ ആൻഡ് സിംറ്റം മാനേജ്മെന്റ് സ്പെഷ്യൽ മെറിറ്റ് അവാർഡും ചിക്കാഗോയിൽ നടന്ന ASCO വാർഷിക സമ്മേളനത്തിൽ മീനു വിജയൻ ഏറ്റുവാങ്ങി. ക്യാൻസർ ചികിത്സാ രംഗത്തെ മികവിനും ആധുനികവൽക്കരണത്തിനും കരുത്താകുന്ന മീനു വിജയന്റെ ഗവേഷണങ്ങളാണ് പുരസ്കാരത്തിന് അർഹമായത്. ലോകമെമ്പാടുമുള്ള ഗവേഷകരിൽ നിന്നായി 7500-ലേറെ പ്രബന്ധങ്ങളാണ് സമ്മേളനത്തിൽ സമർപ്പിച്ചിരുന്നത്. ഏഷ്യയിൽ നിന്നുള്ള ഏക ASCO പെയിൻ ആൻഡ് സിംറ്റം മാനേജ്മെന്റ് സ്പെഷ്യൽ മെറിറ്റ് പുരസ്കാര ജേതാവ് കൂടിയാണ് മീനു വിജയൻ.
കൊല്ലം കൊട്ടാരക്കരയിൽ കള്ളക്കേസെടുത്തുവെന്ന് ആരോപിച്ച് ട്രാൻസ്ജെൻഡേഴ്സ് നടത്തിയ സമരത്തിൽ അക്രമം. റോഡ് ഉപരോധിച്ച ട്രാൻസ്ജെൻഡറുകൾ നാട്ടുകാരെയും പോലീസുകാരെയും ആക്രമിച്ചു. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുത്തിയ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൊട്ടാരക്കര പുലമണിൽ നിന്നുമായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സിന്റെ പ്രതിഷേധം ആരംഭിച്ചത്. തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധക്കാർ തള്ളിക്കയറാൻ ശ്രമിച്ചു. ഈ സമയം ഉന്തിലും തള്ളിലും ഒരു പോലീസുകാരന്റെ കൈവിരലിന് പരിക്കേറ്റു. തുടർന്ന് സമരക്കാർ SP ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. പോലീസ് വഴിയിൽ തടയുകയും 3 പേരെ SP ഓഫീസിലേക്ക് കടത്തിവിടുകയും ചെയ്തു. ഇതിൽ പ്രകോപിതരായ ട്രാൻസ്ജെൻഡേഴ്സ് നടുറോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. 2021 പോലീസ് വാഹനം തടഞ്ഞ് അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്നും പറഞ്ഞിട്ടാണ് ഒരു കേസ് കോടതിയിൽ പോയേക്കുന്നത്. ഈ കേസിനെ പറ്റിയുള്ള വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ കേസിനെ ഞങ്ങളെ വിളിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ സമൻസ് വന്നപ്പോഴാണ് 7 പേരുടെ പേര് കള്ളക്കേസാണെന്ന് മനസ്സിലായത്. അതിനെ തുടർന്നാണ് ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. സ്കൂൾ വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും വഴിയിൽ കുടുങ്ങി. ഇത് ചോദ്യം ചെയ്ത ബൈക്ക് യാത്രികനെയും ആക്രമിച്ചതോടെ നാട്ടുകാരും പ്രകോപിതരായി. അവർ ഇന്ന് നടത്തിയ സമരം അത് അക്രമ സമരമാണ്. വസ്ത്രമഴിച്ച് പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് എല്ലാവരും ഒരുമിച്ച് നിന്ന് അവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് മാറ്റാൻ കൂട്ടുന്നത്. റോഡ് ഉപരോധിച്ച ട്രാൻസ്ജെൻഡറുകൾ പോലീസിന് നേരെ വസ്ത്രമുരിഞ്ഞ് പ്രതിഷേധിക്കുകയും സോഡ കുപ്പിയെടുത്ത് എറിയുകയും ചെയ്തു. കൊട്ടാരക്കര CI ജയകൃഷ്ണന്റെ നെറ്റിക്ക് മുറിവേറ്റു. ലാത്തി പിടിച്ചുവാങ്ങി വനിതാ പോലീസിനെയും ട്രാൻസ്ജെൻഡേഴ്സ് മർദ്ദിച്ചു. 2021 വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുകയും കൊട്ടാരക്കര പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ അന്ന് കേസെടുത്തിരുന്നു. ഇതിൽ 6 പേർക്കെതിരെ വാറണ്ടായതോടെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്ന് ആരോപിച്ചായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സിന്റെ പ്രതിഷേധം. ഒടുവിൽ പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. അമൃത ന്യൂസ്, കൊല്ലം.